തിരുവനന്തപുരത്ത് പേവിഷബാധയേറ്റ് മധ്യവയസ്കൻ മരിച്ചു. വട്ടവിള സ്വദേശി രാജേന്ദ്രനാണ് മരിച്ചത്. ഓടിക്കൊണ്ടിരുന്ന ആംബുലൻസിൽ വെച്ച് ജീവനക്കാരെ ആക്രമിച്ച ശേഷം രാജേന്ദ്രൻ ഇറങ്ങി ഓടിയിരുന്നു. പിന്നാലെ ഇഞ്ചക്കൽ ബൈപ്പാസിന് സമീപത്ത് നിന്ന് മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. രാജേന്ദ്രൻ വെള്ളം കണ്ടാൽ ഭയപ്പെടുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരാണ് 108 ആംബുലൻസിനെ വിവരം അറിയിച്ചത്. ഗോകുൽനാഥ് ഇഞ്ചക്കലിലുണ്ട്. ഗോകുലെ, ഗുഡ് മോർണിംഗ് ഗോകുൽ. വൺസ് അഗെയിൻ, ഇപ്പോൾ വല്ലാത്തൊരു ആശങ്കപ്പെടുത്തുന്ന വാർത്തയാണ്. ഇയാൾ ഈ ആംബുലൻസിൽ ഉണ്ടായിരുന്നവരെ കൂടി ആക്രമിച്ചു എന്നാണ് പറയുന്നത്. അവരിനിയിപ്പോൾ വാക്സിൻ എടുക്കേണ്ടി വരുമോ? എന്താണ് ഇതെപ്പോഴാണ് ഇയാളെ ഈ നായ കടിച്ച വിവരമൊന്നും പുള്ളി തിരിച്ചറിഞ്ഞില്ലേ? അതോ അതിന് ചികിത്സ തേടാതെയാണോ ഇങ്ങനെ പേവിഷബാധ ഏൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായതും ഇപ്പോൾ മരണമടയുന്നതും? ഗൂഗിൾ. അരുൺകുമാർ, ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് വട്ടവിള സ്വദേശിയായ രാജേന്ദ്രൻ കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായി വെള്ളം കണ്ടാൽ ഭയപ്പെടുന്നു എന്നുള്ളതായിരുന്നു പ്രദേശവാസികൾ 108 ആംബുലൻസിനെ അറിയിച്ചത്. തുടർന്ന് 108 ആംബുലൻസിൽ ഈ രാജേന്ദ്രനെ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് കൊണ്ടുപോകുന്ന ഘട്ടത്തിലാണ് ഇഞ്ചക്കൽ ബൈപ്പാസ് ഭാഗത്ത് വെച്ച്, നമുക്ക് ഈ ബൈപ്പാസിൻ്റെ ഭാഗം കണ്ടാൽ അറിയാം, ഇവിടെ നിരന്തരം പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബൈപ്പാസിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായി വലിയ കിടങ്ങുണ്ട്. ഏകദേശം 1.5 കിലോമീറ്റർ വീതിയിലുള്ള കിടങ്ങാണ്. ഈ കിടങ്ങിൻ്റെ ഭാഗത്ത് വെച്ച് ആംബുലൻസ് ജീവനക്കാരെ ഇയാൾ മർദ്ദിക്കുകയും തുടർന്ന് ആംബുലൻസിൻ്റെ ഡോർ തുറന്ന് ഇറങ്ങി ഓടുകയുമായിരുന്നു. അതേസമയത്ത് ഇയാളിൽ നിന്ന് രക്ഷപ്പെടാനായി ഈ ആംബുലൻസ് ജീവനക്കാർ പല ഭാഗത്തേക്ക് ഇറങ്ങി ഓടുകയും തുടർന്ന് ഈ പ്രദേശത്തെ വിവിധ വീടുകളിൽ അഭയം പ്രാപിക്കുകയും ചെയ്തു. എന്തായാലും തുടർന്ന് രാജേന്ദ്രനായി തിരച്ചിൽ അതിരൂക്ഷമായി നടത്തിയെങ്കിലും രാജേന്ദ്രനെ കണ്ടെത്താനായില്ല. തുടർന്ന് പിന്നാലെ എത്തിയ വാഹനത്തിൽ രാജേന്ദ്രൻ്റെ ബന്ധുക്കളുണ്ടായിരുന്നു. അവരാണ് ഇപ്പോൾ നിലവിൽ ഈ കിടങ്ങിൽ നിന്ന് രാജേന്ദ്രൻ്റെ മൃതദേഹം കണ്ടെടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതെന്നുള്ളതാണ്. രാജേന്ദ്രനെ ഏത് സമയത്താണ് ഈ നായ ആക്രമിച്ചതെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും രാജേന്ദ്രൻ കഴിഞ്ഞ കുറച്ചേറെ ദിവസങ്ങളായി വെള്ളം കണ്ടാൽ അതീവ ഭീതിയിലായിരുന്നു. അങ്ങനെയാണ് രാജേന്ദ്രനെ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനായി നാട്ടുകാർ തന്നെ 108 ആംബുലൻസിനെ വിവരമറിയിക്കുകയും തുടർന്ന് പ്രദേശത്തേക്ക് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന പലയിടങ്ങളിലായി വെച്ച് ഈ ജീവനക്കാരെ അടക്കം മർദ്ദിക്കുകയും തുടർന്ന് വാഹനത്തിന്റെ ഡോർ തുറന്ന് ഇറങ്ങി ഓടുകയുമായിരുന്നു. എന്തായാലും ജീവനക്കാർ പല പ്രദേശങ്ങളിൽ അഭയം പ്രാപിച്ചിട്ടുണ്ട്. ഇപ്പോഴും അവർ ആ ഭീതിയിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. ഏതായാലും ഇത് പേവിഷബാധയാണോ എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായി ഇവിടെ നിന്ന് ഈ മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്.